കേരളത്തിന്റെ ഈ കേരള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഭാഷയുടെ ഉപയോഗം അത് നേരത്തെ ചില കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്നു. ഈ പ്രാവശ്യം അത് വന്നിരിക്കുന്നു. അത് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ആ ഇന്റർവ്യൂ കണ്ടു. മനോരമയിലെ നമ്മുടെ മുഖ്യമന്ത്രി ചെറ്റത്തരമാണ് അദ്ദേഹം കാണിച്ചതെന്ന് പറഞ്ഞു. അതിനെ പറ്റിയുള്ള ഒരു ബിൽഡപ്പ് ഏതാണ് ചെറിയ, ഞാൻ കേട്ടില്ല. ഏത് ഇന്റർവ്യൂയെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്? മനോരമ സുധാകരൻ കാണിച്ചത് രാഷ്ട്രീയ ചെറ്റത്തരമാണെന്ന് പറഞ്ഞു. അതെ, അത് വളരെ ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ ഡിസ്കോഴ്സിന്റെ, രാഷ്ട്രീയ വ്യവഹാരത്തിന്റെ ഒരു ഭാഗമായി ഇത്തരത്തിലുള്ള കൊലവിളി മുദ്രാവാക്യങ്ങളും പറയുന്ന സവർണ സംസ്കാരവും, സവർണ ബ്രാഹ്മണിക്കൽ സംസ്കാരവും, ഈ ചെറ്റത്തരം എന്നൊക്കെ പറയുന്നത് അത് പാവപ്പെട്ട ദളിതരുടെ സംസ്കാരമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ പുലയന്റെയും പറയന്റെയും മുസ്ലിമിന്റെയും സംസ്കാരമല്ല. ചെറ്റ എന്ന് വിളിച്ചിരുന്നത് സവർണ മാടമ്പി ജന്മിവർഗം ദളിതരെ വിളിച്ചിരുന്നതാണ്. അല്ലാതെ അതാണ് ചെറ്റ എന്നുള്ള ഇതാണ്. പിന്നെ ഈഴവരെ കൊട്ടി എന്ന് വിളിച്ചിരുന്നു കൊച്ചി ഭാഗങ്ങളിൽ. അവൻ്റെ ഒരു കൊട്ടിയാണ്, മാപ്പിളയാണ്. ഇങ്ങനെ എന്താണ് ഇത്തരത്തിൽ ഈ നമ്മളുടെ കേരളത്തിലെ അതിതീക്ഷ്ണമായിരുന്ന അതിഹീനമായിരുന്ന ജാതി വ്യവസ്ഥ ഉൽപ്പാദിപ്പിച്ച വൃത്തികെട്ട തെറി പദങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ആക്ഷേപ പദങ്ങളാണ് ഇന്നത്തെ ആധുനിക കേരള സംസ്കാരത്തിന്റെ പ്രതിനിധികൾ. അത് ആധുനിക തൊഴിലാളി വർഗത്തിന്റെ ഉയർന്ന സംസാരത്തിന്റെ പ്രതിനിധികൾ എന്ന് കരുതുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് പോലും അവരുടെ വായിൽ വരുന്നത് ഈ ഫ്യൂഡൽ സംസ്കാരത്തിന്റെ ഏറ്റവും മോശപ്പെട്ട പദാവലിയാണ്. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും ജനാധിപത്യ വിശ്വാസികളും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിത് വലിയ വാമൊഴിയാണെന്നും ഇതെല്ലാം വലിയ അത് സത്യസന്ധതയുടെ ഭാഗമായി വരുന്നതാണ്. അല്ല, സത്യസന്ധതയുടെ ഭാഗമായി വരുന്നതല്ല. സത്യസന്ധതയുടെ ഭാഗമായി വരുന്ന ചീത്ത വിളിക്ക് ഇത്തരത്തിലുള്ള ഒരു ദളിത് വിരുദ്ധ ചുവ എങ്ങനെയാണ് വരുന്നത്? പരനാറി അല്ലെങ്കിൽ ചെറ്റ, കുലം കുത്തി. കുലം എന്ന് പറയുന്നത് RSSന്റെ ഒരു സങ്കല്പമാണ്. കുലദേവതയാണ് അവരുടെ RSSന്റെ പ്രാർത്ഥനകളിൽ മുന്നിട്ട് നിൽക്കുന്നത്. നമ്മുടെ കുലദ്രോഹി എന്ന് പറയുന്നത് ഇന്ത്യ മഹാഭാരതം അല്ലെങ്കിൽ നമ്മുടെ മാതൃഭൂമി എന്ന നമ്മുടെ രാഷ്ട്രത്തെ സേവിക്കുന്നവരുടെ കുലത്തിന് ദ്രോഹം ചെയ്യുന്നവരെയാണ് RSS കുലദ്രോഹി എന്ന് അവരുടെ കീർത്തനങ്ങളിലും അവരുടെ പറയുന്നത്. അപ്പൊ ആ കുലം കുത്തി, കുലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചെറ്റ, പാവപ്പെട്ടവരുടെ പിന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ താങ്കൾ പറയുന്നത്, പിണറായി പറഞ്ഞത് വീട്ടിൽ പോയി പറയാം, അല്ലെ? അതാണ് താങ്കൾ ഉദ്ദേശിച്ച, അല്ലെ? വീട്ടിൽ പോയി പറയുന്നത്. അപ്പൊ ഇതിലെന്താണ് വേണ്ട ഒരു പ്രശ്നം? നമ്മള് ഷേക്സ്പിയറിന്റെ ഒരു നാടകത്തിൽ ഒരു വാക്കുണ്ട്, അത് ഏതാണെന്ന് എനിക്കറിഞ്ഞില്ല. അതിൽ താങ്കൾക്ക് അറിയുമായിരിക്കും, ഡോണ്ട് ഡ്രസ് മീ ഇൻ ബോറോഡ് ക്ലോത്ത്സ്, കടം വാങ്ങിയ കുപ്പായം എന്നെ അണിയിക്കല്ലേ എന്ന്. അപ്പോൾ സഖാവ് പിണറായി വിജയനെ നിരവധി വളരെ സമചിത്തതയോടുകൂടി ചിരിച്ചുകൊണ്ട് നമ്മൾക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള പൊതുചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി സൗമ്യനായി കുട്ടികളെ കളിപ്പിക്കുന്ന മൃദുഭാഷിയായ പിണറായി എന്ന ഒരു പ്രതിച്ഛായ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിരവധി ഇന്റർവ്യൂകൾ അല്ലെങ്കിൽ അഭിമുഖങ്ങൾ ഇത്തരത്തിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാക്ക് പിഴയ്ക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രതിച്ഛായ പെട്ടെന്ന് സ്വാഭാവികമായി സഹജമായി ഒരു പ്രകോപനം ഉണ്ടായപ്പോൾ പിണറായി വിജയൻ നഷ്ടപ്പെടുന്നു. അതല്ലേ നമ്മൾ കണ്ടത്? അദ്ദേഹം വളരെ മിതഭാഷിയായി സൗമ്യത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഈ തന്റെ മുമ്പിലിരിക്കുന്ന ഒരു സഖാവിൽ നിന്ന് അറിയാതെ വന്ന ഒരു ചോദ്യം, അതും സ്വാഭാവികമായി അത് കലക്കാനല്ല, യോഗം കലക്കാനല്ല, ഏതു മനുഷ്യർക്കും പറ്റാവുന്ന ഒരു ദൗർബല്യം പെട്ടെന്ന്, അതും വളരെ നല്ല അർത്ഥത്തിൽ ഇതിനൊക്കെ പണം നമ്മൾ എങ്ങനെ കിട്ടും സഖാവേ എന്ന ചോദ്യമാണ് അവിടെ ഉന്നയിക്കുന്നത് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അത് കേട്ട മാത്രയിൽ ആ സന്ദർഭം മനസ്സിലാക്കാതെ, സഖാവാണ് ചോദ്യം ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാതെ അദ്ദേഹം പ്രതികരിച്ചത് തികച്ചും ഒരു സവർണ ഫ്യൂഡൽ രീതിയിലാണ്. അത് നമ്മൾ പലരും പറയും, അങ്ങ് പള്ളി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അങ്ങ് വീട്ടിൽ പറഞ്ഞാൽ മതി. ഇത്തരത്തിലുള്ള ഇത് വരുന്നത് സ്വാഭാവികമായി നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കേരളത്തിന്റെ ഫ്യൂഡൽ മാടമ്പി പാരമ്പര്യമാണ്. ആധുനിക തൊഴിലാളി വർഗത്തിന്റെ, അത് നമുക്ക് അറിയാമല്ലോ, നമ്മള്
ലെനിൻ പോലും തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധിയായിരിക്കുമ്പോൾ വാലാട്ടി, മുതലാളിത്തത്തിന്റെ വാലാട്ടി എന്നാണ് പറഞ്ഞാൽ, അതെ, റണ്ണിങ് ഡോട്ട്സ് ഓഫ് ഇമ്പീരിയലിസം. അപ്പോ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കളെങ്കിലും ഇത് ഇപ്പൊ ഇന്ന് സഖാവ് മണി പറയുന്നു തന്തയില്ലാത്ത പണിയായിപ്പോയെന്ന്. തന്തയില്ലാത്ത പണിയാണ് രാഷ്ട്രീയം എന്താ സുധാകരൻ ചേരി മാറിയതെന്ന്. അപ്പൊ KV തോമസ് ചേരി മാറിയത് തന്തയില്ലാത്ത പണിയാണ്. ഞാൻ അറിയാൻ ചോദിക്കുകയാണ്, KV തോമസ് ചേരി മാറിയല്ലോ, നിരവധി പേർ കോൺഗ്രസിൽ, AP അനിൽകുമാർ ചേരി മാറിയല്ലോ, ഇല്ലേ, ശോഭന ജോർജ് ചേരി മാരിയല്ലോ. അവരൊക്കെ തന്തയില്ലാത്ത പണിയാണെന്ന് ചെയ്യാൻ എന്ന് പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് കഴിയുമോ? അതിനുള്ള ധൈര്യമുണ്ട്. ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളുടെ ജേർണലിസത്തില് ഞാൻ കേട്ടിട്ടുണ്ട്, നേതാക്കൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്ന് വളരെ ക്ലിയർ ആണ്. അതായത് അവരുടെ കാലിനടിയിലുള്ള ഭൂമി ഇളകി നീക്കുന്നു എന്നുള്ള ഒരു സൂചനയും കൂടിയാണ് എന്ന് നമ്മൾ എല്ലാ ജേർണലിസ്റ്റ് വിദ്യാർത്ഥികളോടും പറയാറുണ്ട്. അത് കേരളത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട്. കേരളത്തിൽ എനിക്ക് മനസ്സിലായില്ല ചോദ്യം, ഒന്നും കൂടി ഒന്ന് പറഞ്ഞു. അത് രാഷ്ട്രീയമായി അവരൊരു സ്റ്റിക്കി വിക്കറ്റിലാണ് ഇടതുപക്ഷം ഇപ്പോൾ. അതാണ് തീർച്ചയായിട്ടും വളരെ കേരളം അതിന്റെ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അശ്ലീലമായ അരാഷ്ട്രീയ തിരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഞാൻ കാണുന്നത്. എനിക്ക് യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയം പറയുന്നതിന് പകരം ഇത് വാസ്തവത്തിൽ എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ഇഷ്യൂ? ഇത് ഒരു ഹിതപരിശോധനയാണ്. 5 വർഷത്തെ രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ചുള്ള ഹിതപരിശോധന എന്ന രാഷ്ട്രീയ പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ പ്രശ്നം. അതിലേക്ക് വരാതെ കേന്ദ്രത്തിലെ RSS BJP ഭരണത്തിന് കീഴിൽ കേരളത്തിന്റെ വികസനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന മൂർത്ത പ്രശ്നത്തിനുള്ള മറുപടിയാണ്. 3, BJPക്ക് സൂചി തൊടാൻ കേരളത്തിൽ സ്ഥലം കൊടുക്കില്ല എന്ന് ജനാധിപത്യവാദികളോട് പറയാൻ ആവശ്യപ്പെടുന്ന ചരിത്ര സന്ദർഭമാണ്. ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യാതെ താങ്കൾ ഈ പറയുന്ന പോലെ ഇത്ര നിലവാരം കുറഞ്ഞ ചർച്ചകളും ഈ കാലുമാറ്റങ്ങളും, അത് ഇന്നലെ വരെ മാർക്സിസം ലെനിനിസം പറഞ്ഞിരുന്ന സുധാകരൻ ഇന്ന് കോൺഗ്രസിന്റെ മഹത്വങ്ങൾ പറയുന്നു. ഇന്നലെ ഒരു CPM-ന്റെ കൂറുമാറിയ ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ ഭാര്യ പറയുകയാണ്, കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ കോൺഗ്രസിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്നിട്ട് പറയുകയാണ്, എങ്ങനെയാ മോനെ, എന്റെ ഗോവിന്ദൻ മാഷയുടെ ചോറല്ലേ ഞാൻ തിന്നുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരി വനിത തന്റെ രാഷ്ട്രീയ മാറ്റത്തിന് കാരണം പറയുന്നത് തന്റെ ഭർത്താവ് ഉണ്ടാക്കി തന്ന ചോറ് കഴിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഞാനും കോൺഗ്രസിൽ പോകട്ടെ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ വയോധികയായ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭാര്യയും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയുമാണ്. ഈ സംസ്കാരത്തിൽ കമ്മ്യൂണിസ്റ്റ് സംസ്കാരമല്ല, ജനാധിപത്യ സംസ്കാരമല്ല, ഇത് അടിമുടി അരാഷ്ട്രീയതയുടെ ഒരു പ്രകടനമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കുഞ്ഞികൃഷ്ണനായാലും തളിപ്പറമ്പിൽ ഗോവിന്ദനായാലും സുധാകരനായാലും. സുധാകരൻ എങ്ങനെ ഇതുവരെ CPM-ൽ മാടമ്പിയായിരുന്ന സുധാകരൻ UDF-ൽ വന്നാൽ അദ്ദേഹത്തിന് പുണ്യാഹം തെളിച്ച് അദ്ദേഹം മാടമ്പി അല്ലാതാവും. ആരാണ് കളി വിളിക്കുന്നത്? അദ്ദേഹം മാധ്യമങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഇത്രയും കാലം പറയാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ അധാർമികതയുടെ, നൈതികത തെല്ലുമില്ലാത്ത വെറും കുതിര കച്ചവടത്തിന്റെയും സംസ്കാരശൂന്യമായ ഒരു ഡിസ്കോഴ്സുമാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ന്യൂജൻ കുട്ടികൾ എങ്ങനെ കാണുന്നുവെന്ന് ഈ മുതുക്കൻ രാഷ്ട്രീയ നേതാക്കൾ അറിഞ്ഞാൽ നന്നായിരിക്കും. അവർ പരമപുച്ഛത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളെയും അതിന് പറയുന്നു. ഏറ്റവും പണ്ഡിതനായ തോമസ് ഐസക്ക് ഒരു മിമിക്രി ആർട്ടിസ്റ്റിനെ വിളിച്ചത് എന്താണ്? കോമാളി വേഷക്കാരൻ. അപ്പൊ ഇന്നസെന്റ് എന്തായിരുന്നു? ഇന്നസെന്റ് ആരായിരുന്നു? ഇന്നസെന്റ് ആരുടെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിരുന്നു? ചെറിയാൻ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ മുകേഷ്, അദ്ദേഹം എന്തെല്ലാം കോമാളി വേഷങ്ങളാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു നിമിഷത്തിൽ വലിയ സൈദ്ധാന്തിക മേന്മ നടിക്കാൻ വേണ്ടി തോമസ് ഐസക്ക് ഒരു സ്പെഷ്യാലിറ്റിയെ കളിയാക്കുകയാണ്, കോമാളി വേഷം. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞത് കൊണ്ടോ മാർക്സിസം ലെനിനിസം ഉരുവിട്ടത് കൊണ്ടോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റോ മാർക്സിസ്റ്റോ ആവുകയില്ല. നിങ്ങളുടെ സംസ്കാരത്തിലും ഭാഷയിലും ശത്രു ബഹുമാനത്തിലും അത് പ്രകടമാക്കുക. അതാണ് തൊഴിലാളി വർഗ സംസ്കാരം.
ബാക്കി കാണുന്നത് ഫ്യൂഡൽ സംസ്കാരമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലുള്ള ഫ്യൂഡൽ ജീർണതയുടെ പ്രകടനങ്ങളാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമുക്ക് വിമോചന സമരം മുതൽ അറിയാം, പാളയിൽ കഞ്ഞി കുടിപ്പിക്കും, EMS കെട്ടി 5ഉം കെട്ടും 6ഉം കെട്ടും എന്നൊക്കെ പറയുന്ന ഒരു വലതുപക്ഷ സംസ്കാരമാണ് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും. അതിൽ അത്ഭുതമില്ല. അവർ നന്നാവുന്നു എന്നുള്ളതാണ് നമ്മളെ ആഹ്ലാദിപ്പിക്കുന്നത്. അവർ പഴയ പോലെ വർഗീയത പറയുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ആഹ്ലാദിപ്പിക്കുന്നത്. ഇവിടെ മറിച്ച് ഈ സംഭവങ്ങൾ അത് കേരളത്തിലെ യുവതലമുറ, അവരുടെ കേരളത്തിലെ 2.71 കോടി വോട്ടർമാരിൽ വലിയ ശതമാനം 30% യുവതി യുവാക്കളാണ്, വിദ്യാഭ്യാസമുള്ള യുവതി യുവാക്കളാണ്. അവർക്ക് വലിയ പാണ്ഡക്കെട്ടുകളില്ല, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പക്ഷപാതിത്വത്തിന്റെ പാണ്ഡക്കെട്ടുകളില്ലാത്ത ഒരു പുതിയ മലയാളി സമൂഹം ഇവിടെയുണ്ട്. അവരുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള താങ്കൾ സൂചിപ്പിച്ച പോലെയുള്ള ഈ ജീർണത അവരിൽ അവജ്ഞയുണ്ടാക്കും. അത് BJP അതിലും അവരെ തോൽപ്പിക്കാൻ വേണ്ടി വടക്കേ ഇന്ത്യക്കാരൻ ചാരം പൂശിയ ഒരു അഘോരി വന്ന് അവരുടെ വലിയ പണക്കാരൻ മുതലാളിയുടെ ആധുനിക മുതലാളിയെ അനുഗ്രഹിക്കുകയാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങളെയാണ് ഇത് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാടകങ്ങൾ, ഈ നിലകുറഞ്ഞ നാടകങ്ങൾ കേരളത്തിനെ പോലെ രാഷ്ട്രീയ സാക്ഷരതയുള്ള വലിയ നവോത്ഥാന ചരിത്രമുള്ള കേരളത്തിൽ ഇത്തരം പടപ്പുകൾ, ഇത് പാർട്ടികളിൽ ആ പടപ്പുകൾ വലിയ വലിയ സാംസ്കാരിക ദോഷം ഉണ്ടാക്കി തീർക്കും. അതിന്റെ ബെനിഫിഷ്യറി RSS ആയിരിക്കും. ഇത്തരത്തിലുള്ള ബെനിഫിഷ്യറി കാരണം അവർ അപ്പോൾ വീണ്ടും ദേശീയതയും വീണ്ടും മാതൃഭക്തിയുമായി വരും. അതിനെ ചെറുക്കാനായിട്ട് ഇവിടുത്തെ ജനാധിപത്യ ശക്തികൾക്ക് വേണ്ട ധാർമ്മിക ബലം ഉണ്ടാവില്ല ഇങ്ങനെ പോയി കഴിഞ്ഞു.